examiner family. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും ഈ സ്കോളർഷിപ്പ് എന്താണെന്ന് പോലും അറിയുന്നുണ്ടാവില്ല അല്ലേ. വളരെ കുറച്ച് പേര് മാത്രമാണ് ഈ മാർഗദീപം സ്കോളർഷിപ്പിനെ പറ്റി അറിഞ്ഞിട്ടുള്ളൂ. അതേപോലെ തന്നെ ഒരുപാട് കുട്ടികൾ ഇനിയും അപ്ലൈ ചെയ്യാനുണ്ട്. അപ്പോൾ എന്താണ് മാർഗദീപം സ്കോളർഷിപ്പ്? ആർക്കൊക്കെയാണ് മാർഗദീപം സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക? ഈ സ്കോളർഷിപ്പിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? എവിടെ നിന്നാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക? എത്ര ദിവസം വരെയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ്? ഇനി ഈ സ്കോളർഷിപ്പ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്കത് കിട്ടുകയാണെങ്കിൽ എന്താണ് നമുക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്? ഇതെല്ലാം എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് മാർഗദീപം സ്കോളർഷിപ്പ്? ആർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക എന്ന് മിസ് പറഞ്ഞുതരാം. അതായത് ഈ വർഷം സർക്കാർ അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള കുട്ടികൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ന്യൂനപക്ഷ വിഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ മുസ്ലിം ക്രിസ്ത്യൻ എല്ലാ വിഭാഗക്കാർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു ക്രിസ്ത്യൻ അല്ലെങ്കിൽ മുസ്ലിമാണ്, ഏത് വിഭാഗമായാലും പ്രശ്നമില്ല, നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി വിദ്യാർത്ഥികൾക്ക് നമ്മുടെ മാർഗദീപം സ്കോളർഷിപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി ഇതിന് കുറച്ച് കണ്ടീഷൻസ് കൂടെ ഉണ്ട്, അതൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അതായത് കേരളത്തിൽ പഠിക്കുന്ന സ്ഥിര താമസക്കാരായ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മളുടെ ഇവിടെ നിങ്ങൾ സ്ഥിര താമസക്കാരായിട്ടുള്ള ന്യൂനപക്ഷത്തിൽ പെട്ടിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർഗദീപം സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്കോളർഷിപ്പിൽ നിങ്ങൾക്ക് 1500 രൂപയാണ് സ്കോളർഷിപ്പ് തുകയായിട്ട് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. അപ്പോൾ വാർഷിക വരുമാനം, നിങ്ങളുടെ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. 1 ലക്ഷത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി 30% പെൺകുട്ടികൾക്കാണ് ഇതിന് സംവരണമുള്ളത്. ഇനി ആ 30% പെൺകുട്ടികൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സ്ലോട്ടിലേക്ക് ആൺകുട്ടികളെ പരിഗണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ 30% പെൺകുട്ടികൾക്ക് സംവരണം ഉണ്ടെങ്കിലും ഇനി അത് തികയാതെ വരികയാണെങ്കിൽ 30% പെൺകുട്ടികൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് ആൺകുട്ടികളെ എടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ മാർഗദീപം സ്കോളർഷിപ്പിനെ പറ്റി എൻ്റെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത്. ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക, എന്താണ് നമ്മുടെ സ്കോളർഷിപ്പിൽ നിന്ന് കിട്ടുക എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ സ്കോളർഷിപ്പ്, അതായത് ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ വെബ്സൈറ്റ്, നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് എന്ന് പറയുന്നത് margadipam.kerala.gov.in ആണ്. ഈ സൈറ്റിൽ പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഈ സൈറ്റിൽ നിന്നും അപ്ലിക്കേഷൻ ഫോമുകൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സ്കൂളിലുണ്ടാവും. അപ്പോൾ എൻ്റെ കുട്ടികൾ ഈ ഒരു വിഭാഗത്തിൽ മാർഗദീപം സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ അർഹരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ, അതുപോലെ സർക്കാർ എയ്ഡഡ് സ്കൂൾ ആവണമെന്ന് ആലോചിക്കുക, പ്രിൻസിപ്പൽ അടുത്ത് നിങ്ങൾക്ക് പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഓഫീസിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ മാർഗദീപം സ്കോളർഷിപ്പിൻ്റെ നിങ്ങൾക്ക് അപേക്ഷാ ഫോം കിട്ടും. ആ അപേക്ഷാ ഫോം കൃത്യമായിട്ട് പൂരിപ്പിച്ച് അതിലാവശ്യമായിട്ടുള്ള, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സർട്ടിഫിക്കറ്റുകൾ ആവശ്യമുണ്ട്, അതുകൂടെ നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ സ്കൂളിലാണ് ഇത് നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നോക്കുക, ഈ സൈറ്റിൽ നിന്നും ലഭ്യമാകുന്ന അപേക്ഷാ ഫോം സ്ഥാപന മേധാവി, അതായത് നിങ്ങളുടെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ഡൗൺലോഡ് ചെയ്തിട്ട് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഇനി വിദ്യാർത്ഥികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ, അതായത് നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു അപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ കറക്റ്റായിട്ട് അതിൽ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? എഴുതി കൊടുക്കണം. അത് അവർ നിങ്ങളുടെ സ്കൂളിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് പോർട്ടലിലേക്ക് നമ്മുടെ ഈ വെബ്സൈറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നത് നിങ്ങളുടെ സ്കൂളിലായിരിക്കും. അപ്പോൾ ഈ ഒരു അപേക്ഷാ ഫോമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ അവസാനത്തെ ഡേറ്റ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇതിൻ്റെ ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. 12-ാം തീയതിയാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാനത്തെ ഡേറ്റ്. അതായത് നാളെയാണ്. നാളെ വൈകുന്നേരം 5 മണിക്കുള്ളിൽ നിങ്ങൾക്ക് ഈ അപേക്ഷാ ഫോം അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ വേഗം തന്നെ നിങ്ങൾ ഈ ഒരു അപേക്ഷയ്ക്ക്, അല്ലെങ്കിൽ ഈ മാർഗദീപം സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ അർഹരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം സമയം കളയാതെ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ 12-ാം തീയതിയാണ് നമ്മളുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതായത് നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. ഇനി ഇതാണ് നമ്മുടെ അപേക്ഷാ ഫോമിൻ്റെ മാതൃകയാണ് മിസ് ജസ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അപേക്ഷാ ഫോമിൽ നിങ്ങളുടെ പേര്, ജനന തീയതി, ആണാണോ പെണ്ണാണോ, മേൽവിലാസം, മതം, ആധാർ നമ്പർ, ഫോൺ നമ്പർ, പഠിക്കുന്ന ക്ലാസ്, പിതാവിൻ്റെ പേര്, മാതാവിൻ്റെ പേര്, അതുപോലെ തന്നെ കുടുംബ വാർഷിക വരുമാനം, ബാങ്കിൻ്റെ പേര്, ബ്രാഞ്ചിൻ്റെ പേര്, അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, അതുപോലെ തന്നെ എന്തെങ്കിലും ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നുണ്ടോ, അങ്ങനെ നിങ്ങൾ ഇതിൽ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം?
ആ അപേക്ഷാ ഫോമിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നുമില്ലാതെ നിങ്ങൾ അത് പൂരിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ അപേക്ഷാ ഫോം നിങ്ങൾക്ക് സ്കൂളിലേക്ക് കിട്ടും, സ്കൂളിൽ നിന്നാണ് കിട്ടുക. ഇനി ഈ അപേക്ഷാ ഫോമിൻ്റെ കൂടെ നിങ്ങൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് വെക്കേണ്ടത് എന്നുള്ളത് കൂടെ മിസ് പറഞ്ഞുതരാം. ഒന്നാമത്തത് നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ്. കാരണം നിങ്ങളുടെ വരുമാനം 1 ലക്ഷത്തിന് താഴെയാണോ എന്നുള്ളത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങൾ വെക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ന്യൂനപക്ഷത്തിൽ പെട്ടതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മതം അല്ലെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. ഇനി രണ്ടാമത്തത്, നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ അക്കൗണ്ട് വേണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ പകർപ്പ് വേണം. കാരണം ആ സ്കോളർഷിപ്പ് നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് വരിക അല്ലേ. അപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും ഒരു പാസ്ബുക്ക്, ആ പാസ്ബുക്ക് ഉണ്ടാവില്ല ബാങ്കിൻ്റെ പാസ്ബുക്കിൽ, അതിൻ്റെ പകർപ്പ്, അതിൻ്റെ ഒരു കോപ്പിയാണ് വേണ്ടത്. പിന്നെ റേഷൻ കാർഡിൻ്റെ ഒരു കോപ്പി ആവശ്യമാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പേരുള്ള റേഷൻ കാർഡ് ഉണ്ടാവുമല്ലോ, ആ റേഷൻ കാർഡിൻ്റെ ഒരു കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ ഇല്ലേ ആ ആധാറിൻ്റെ ഒരു കോപ്പിയും കൂടെ നിങ്ങൾ കൊടുക്കണം. ഇനി അതുപോലെ തന്നെ ബാധകമെങ്കിൽ നിങ്ങൾ ഭിന്നശേഷിയിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഒരു 40% അല്ലെങ്കിൽ അതിന് മുകളിലും വൈകല്യമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ എന്തായാലും എന്ത് ചെയ്യണം, ഭിന്നശേഷി സർട്ടിഫിക്കറ്റും കൂടെ ഹാജരാക്കണം. ഓക്കെ, ഇനി അതിനുശേഷം അതായത് പാഠ്യേതര പ്രവർത്തനങ്ങൾ, നിങ്ങൾ എന്തെങ്കിലും സ്പോർട്സിനോ ആർട്സിനോ അല്ലെങ്കിൽ ശാസ്ത്രമേള അല്ലെ ഗണിതമേള അങ്ങനെ എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ സ്പോർട്സ്, കല, ശാസ്ത്രം, ഗണിതം അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് ബാധകമാണെന്നുണ്ടെങ്കിൽ വെക്കാം. അതേപോലെ തന്നെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ 2 പേരോ മരണപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാം. അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ 2 പേരും മരണപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ ഹാജരാക്കി നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ സ്കൂളിൽ ഏൽപ്പിക്കണം. അപ്പോൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ഈ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മിസ് പറഞ്ഞ പോലെ തന്നെ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ എന്ത് വേണം, നിങ്ങളുടെ ആധാർ ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് വേണം. എങ്കിലാണ് നിങ്ങൾക്ക് അവിടെ ആ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അതിലേക്ക് എന്ത് കിട്ടുള്ളൂ, ആ ബാങ്കിലേക്ക്, അതായത് നിങ്ങളുടെ സ്കോളർഷിപ്പ് എമൗണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ ഒരു കുടുംബത്തിൽ നിന്നും 2-ൽ കൂടുതൽ ആൾക്കാർക്ക് എന്ത് കിട്ടില്ല, ഈ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കില്ല. ഓക്കെ, അപ്പോൾ ഒരു വീട്ടിൽ കുറേ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും സ്കോളർഷിപ്പ് കിട്ടില്ല. അപ്പോൾ മനസ്സിലാക്കുക, ഒരു കുടുംബത്തിൽ നിന്നും 2-ൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതല്ല. ഈ സ്കീമിന് കീഴിൽ ആനുകൂല്യം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റ് സ്കീമുകളിലെ സ്കോളർഷിപ്പിൻ്റെ ആനുകൂല്യങ്ങൾ നേടാനും പറ്റില്ല. അതായത് ഈ സ്കീമിൽ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സ്കോളർഷിപ്പിനെ പറ്റിയിട്ട് എൻ്റെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടത്. ആൻഡ് ഒന്നുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിസ് പറയുകയാണ്, നിങ്ങൾ ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ അർഹരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നാളെ 5 മണിക്ക് മുമ്പാകെ ഈ സർട്ടിഫിക്കറ്റുകളും അതേപോലെ തന്നെ അപേക്ഷാ ഫോമും കറക്റ്റായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാഷിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഏൽപ്പിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഈ ഒരു സ്കോളർഷിപ്പിനെ പറ്റി അറിയാത്ത ഒരുപാട് മക്കളുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ കൂടെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഈ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് വന്നിട്ട് കമൻറ്റ് കൂടെ ചെയ്യാം. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ ഒരു മാർഗദീപം സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ അർഹരായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ മക്കളെ, താങ്ക് യു.